to all of you. Riding on a buoyant note after a splendid performance in Tokyo Olympics, glorious India is celebrating 75th anniversary of its Independence Day. Nehru rightly said in 1947, at the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. So here, I wish all of you a very happy Independence Day. 2021 വർഷത്തിൽ രാജ്യം 75ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മൾ വലിയ ഒരു പ്രതീക്ഷയിലൂടെയാണ് ഈ ഒരു സ്വാതന്ത്ര്യ പുലരെ നോക്കിക്കാണുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ വർഷം വിർച്വലായി വളരെ വിപുലമായി തന്നെയാണ് MKHMMO VHSS for Girls മുഖം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത്. ഏവരെയും നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറിമണിയാണ്. विजयी विश्व तिरंगा प्यारा, झंडा ऊंचा रहे हमारा. विजयी विश्व तिरंगा प्यारा, सदा शक्ति बरसाने वाला, प्रेम सुधा बरसाने वाला, वीरों को हर्षाने वाला. सिंध गुजरात मराठा द्राविड़ उत्कल गंगा, നമ്മുടെ രാജ്യം 75ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ചടങ്ങിലാണ് നമ്മളവിടെ ഉള്ളത്. സാധാരണയായി വിദ്യാർത്ഥികളെ മുഴുവൻ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു വിപുലമായ ചടങ്ങും അതോടനുബന്ധിച്ച് നിരവധി പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മുടെ സ്കൂളിൽ നടത്താറുണ്ട്. കോവിഡ് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നത് കൊണ്ട് സ്കൂളിലെ സ്റ്റാഫിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം ഇത് ആഘോഷിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചരിത്രങ്ങൾ പറയാൻ എനിക്ക് ശേഷം സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ അത് വിശദമായി സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് സമയമെങ്കിലും നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ അധ്യാപകർ എന്നുള്ള രീതിയിൽ നമ്മൾ തയ്യാറാവുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു രാജ്യം, ബഹുമാനപ്പെട്ട UP സ്കൂൾ ഹെഡ് മാസ്റ്റർ നിസാർ സാറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഒരു രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് സ്വതന്ത്രമില്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഞാനിവിടെ പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, എന്നേക്കാൾ കൂടുതൽ ചരിത്രം അറിയുന്ന നിരവധി അധ്യാപകർ എനിക്ക് മുമ്പിലുണ്ട്. എങ്കിലും 2 നൂറ്റാണ്ട് കാലത്തോളം യൂറോപ്യന്മാരുടെ കൈകളിലായിരുന്നു നമ്മുടെ രാജ്യം. നിരവധി മഹാന്മാരായ ആളുകൾ, പേര് അറിയപ്പെടുന്നതും പേര് അറിയപ്പെടാത്തതുമായ നിരവധി മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിതവും അവരുടെ കുടുംബവും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ തന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട്, അതല്ലെങ്കിൽ ജീവൻ ബലിയർപ്പിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ രാജ്യത്തിൽ നിന്ന് ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ പേരെടുത്ത് പറയാനുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ പതാക ഉയർത്തി, അതല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ കേട്ട് ശീലിച്ച ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞയെടുത്ത് പിരിയേണ്ട ഒരു പ്രതിഭാസമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒരു ജീവിത രീതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണിക്കേണ്ട, അതല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് കാണിക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സംവിധാനമാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും. ഈ രാജ്യത്ത്
മഹാത്മാഗാന്ധി അടക്കം നിരവധി ആളുകൾ നിരവധി പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് നമ്മൾ പറയുന്ന മഹാത്മാഗാന്ധി 1948 മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത് ഏതെങ്കിലും ഒരു പാകിസ്ഥാൻകാരൻ വെടിവെച്ച് കൊന്നതല്ല. അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ഒരു ബംഗ്ലാദേശുകാരനോ ഒരു ഭൂട്ടാൻകാരനോ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യത്തിലെ ഒരാളോ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതല്ല. ഇന്ത്യക്കാരൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാൽ വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധിയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ്. എന്തിനു വേണ്ടിയായിരുന്നു? 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ ഈ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇന്ത്യയുടെ ദേശീയത നിർവചിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യയുടെ ദേശീയത നിർവചിക്കുന്നതിൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികളെ ഒരു ചെറിയ ശതമാനം ആളുകൾ പറഞ്ഞു ഇന്ത്യ രാജ്യം ഒരു ഹൈന്ദവ രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് മറ്റു വിഭാഗം. ഇതിന്റെ ഭാഗമായി ഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. പാകിസ്ഥാനിലേക്ക് ആളുകൾ പലായനം ചെയ്തു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആളുകൾ പലായനം ചെയ്യാൻ തുടങ്ങി ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനം. ഗാന്ധിജിയും നെഹ്റു പറഞ്ഞു ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്ന് നൂറ്റാണ്ടുകളോളം പടപൊരുതി നമ്മൾ നേടിയ ഈ രാജ്യം ഒരു മതത്തിന്റെ പേരിൽ രാജ്യത്തെ നിർവചിക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യയിലെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും അവരവന്റെ ഇഷ്ടപ്രകാരം മതത്തിൽ വിശ്വസിക്കാം, മതം പ്രചരിപ്പിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മതേതര രാജ്യമാണ് ഈ രാജ്യമെന്ന് ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന തീവ്രവാദിയുടെ വെടിയുണ്ടകൾ ഇടലഞ്ചിലേക്ക് വരുന്ന സമയത്ത് ആ സമയത്തും ഗാന്ധിജി പറയുന്നത് ഈ രാജ്യം മതേതര രാജ്യമാണ്, ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി മരിക്കുന്നത്. നമ്മളൊക്കെ അനുഭവിക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്ത് നമ്മോടൊപ്പം സ്വതന്ത്രമായിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന രാജ്യം. ആ രാജ്യത്ത് നേരാവണ്ണം അവരവന്റെ വിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ട് പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഇല്ല. പള്ളിയിൽ ഇന്ന് തീവ്രവാദികളുടെ വെടിയേറ്റുകൊണ്ട് ആളുകൾ മരിക്കുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് പോലും സ്ഫോടനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിഭാഗവും അതിന്റെ തൊട്ടടുത്ത് വരുന്ന മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും സിഖ് മത പാഴ്സി വിഭാഗങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് 1947 മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ അധ്യാപകരുടെ പ്രസക്തി എന്താണ്? അധ്യാപകൻ എന്താണ് ചെയ്യേണ്ടത്? ഈ രാജ്യത്തിനെതിരെ നടക്കുന്ന തിന്മകൾക്കെതിരെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ ഏതെങ്കിലും പ്രവൃത്തികൾ നമ്മുടെ മുന്നിൽ കാണുന്ന സമയത്ത് നമ്മൾ മൗനിയായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, എന്റെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു തർക്കവും വേണ്ട, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കളങ്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല. ഇന്ന് ചില വിഘടനവാദികളെങ്കിലും അത് ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം, നമ്മൾ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം, നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിൽ തല ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതല്ല ഗാന്ധിജി വിഭാഗം ചെയ്ത ഇന്ത്യ. ആ ഇന്ത്യയിലേക്ക് നമ്മൾ തയ്യാറല്ല. ആ ഇന്ത്യക്കാരുടെ കൂട്ടത്തിൽ നമ്മളില്ല. നമ്മളുള്ളത് ഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പറഞ്ഞ ഇന്ത്യയിലാണ് എന്ന് ഉറക്കെ പറയാതിരുന്നാൽ ഭാവിയിലെങ്കിലും ഇന്ത്യ രാജ്യം ഗാന്ധിജി ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് നമുക്ക് തടസ്സമായി നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അധ്യാപകരാണ് ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ കുട്ടികളാണ് ഭാവിയിലെ തലമുറകളായി വളർന്നു വരുന്നത്. സ്വതന്ത്ര ദിനാഘോഷ പരിപാടികൾ രാവിലെ തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഈ രീതിയിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിന്റെ കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം നിർബന്ധമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ശക്തികൾ തല ഉയർത്തി വരുന്ന സമയത്ത് അവരെ പ്രതിരോധിക്കാൻ ഒരു തലമുറ ഉയർന്നു വരേണ്ടതുണ്ട്. ആ തലമുറ ഉയർന്നു വരണമെങ്കിൽ അവർക്ക് ചരിത്രം അറിയണം. ആ ചരിത്രം അറിയണമെങ്കിൽ അത് അധ്യാപകരേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ദിവസം ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള കാരണം എന്ന് എനിക്ക് കൃത്യമായി അറിയാം. 9
പഠിക്കേണ്ട നമ്മളെല്ലാ അധ്യാപകരും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഇന്ത്യ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ്, നമ്മൾ നേടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ. ഒരുപാട് ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. എനിക്ക് ശേഷം സംസാരിക്കുന്ന നിലയിലിരിക്കുന്ന പ്രഗത്ഭരായ ആളുകളൊക്കെ ഇത് സംസാരിക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ രാജ്യം എന്റേതാണ്. ഈ രാജ്യത്ത് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഇന്ത്യ എന്ന രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കണം. അധ്യാപകരായ നമ്മൾ അത് ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. നമ്മുടെ മതത്തിനെതിരായ ആരെങ്കിലും സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെതിരായ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകും. അവിടെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇന്നും ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ആലോചിക്കണം, ലോകത്തിലെ പല രാജ്യങ്ങളും നമ്മൾ എടുത്തു നോക്കുക. അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുക, അവിടെ ഇസ്ലാം മതവിശ്വാസികളും അതിന്റെ നിയമങ്ങളുമാണ് നടപ്പിലാക്കി പോകുന്നത്. നേപ്പാളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഹൈന്ദവ വിശ്വാസവുമായിട്ട് പോകുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ക്രൈസ്തവ വിശ്വാസവുമായി പോകുന്നു. എന്നാൽ ഇത്രയും അധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഏകദേശം 121 കോടി, അവസാനത്തെ സെൻസസ് പ്രകാരം 121 കോടി ജനങ്ങൾ. ആ ജനങ്ങളിൽ പല ജാതി, പല മതങ്ങൾ, പല വർഗങ്ങളുള്ള ഈ രാജ്യത്ത് നമ്മളെല്ലാവരും ഒരു ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രസക്തി തന്നെയാണ്. ആ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട്, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്, ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കണം എന്നുള്ള ഉദ്ദേശത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം അധ്യാപകരായിരിക്കണം നമ്മൾ. അതുണ്ടാകുന്ന സമയത്ത് അടുത്ത തലമുറയും അത് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും 75ാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ആശംസ നേരുന്നതോടൊപ്പം ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ എച്ച്.എം. ശ്രീം സാറാണ്. ശ്രീം സാറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പൽ ബഹുമാന്യനായിട്ടുള്ള മൊയ്നുദ്ദീൻ സാറാണ്. മൊയ്നുദ്ദീൻ സാറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതിൽ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് VHSCയുടെ പ്രിൻസിപ്പളായിട്ടുള്ള ബിനു ടീച്ചർ, അതേപോലെ തന്നെ നിസാർ സാറ്, അതേപോലെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ബഷീർ സാർ, ഇസ്മായിൽ സാർ അടക്കമുള്ള മുഴുവൻ ആളുകളെയും, ഗ്യാസ് മാഷ് അടക്കമുള്ള മുഴുവൻ ആളുകളെയും, ഈ സഹപ്രവർത്തകരെയും എല്ലാവരെയും, ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംവിധാനം ഇസ്മായിൽ മാഷയുടെ നേതൃത്വത്തിൽ ലൈവായിക്കൊണ്ട് ഓൺലൈൻ സംവിധാനത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് നവാസ് പൂനൂരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ സുദീപ് ചർമ്മങ്ങളിൽ ഒരു ദേശഭക്തി ഗാനമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ എച്ച്.എം. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്. കൈമാറുക അല്ലെങ്കിൽ സന്ദേശമാകുക എന്നൊരു ദൗത്യം കൂടി നമ്മൾ നടത്തുന്നതാണ്. പാൻഡമിക്കിന്റെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ഒരു പ്രത്യേക അനുഭവ തലം തന്നെയാണ്. കാരണം നമ്മുടെ കുട്ടികൾ തന്നെ അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. സ്കൂളിലേക്ക് വരുന്നതിനോ കൂട്ടുകാരെ കാണുന്നതിനോ അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് പോലും പലപ്പോഴും അവർക്ക് കഴിയുന്നില്ല. ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭരിക്കുമ്പോൾ എത്രത്തോളം പ്രയാസമാണ് ആ രാജ്യത്തെ ജനങ്ങൾക്ക് അനുഭവപ്പെടുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ടതും അതേപോലെ തന്നെ അത് വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ദൗത്യം കൂടിയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജന്മം നൽകിയ നാടിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഐക്യവും അഖണ്ഡതയുമായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. ഞാൻ ലഭിക്കുന്നില്ല ഈ ഒരു വേദിയിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പലിനെ ആദ്യപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് മുന്നോട്ട് ഹൈസ്കൂൾ മാസ്റ്റർ സലീം സാർ, VHSC പ്രിൻസിപ്പൽ ബിനു ടീച്ചർ, നിസാർ സാർ, ബഷീർ മാഷ്, ഹാർഷൻ മാഷ്, മറ്റു ഇവിടെ സദസ്സിലുള്ള പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, ഹാർഷൻ മാഷ് മുഖ്യ പ്രഭാഷണം
തലക്കെട്ടോടുകൂടി എന്നെ ക്ഷണിച്ചു. പക്ഷെ ഞാൻ ഒരു മുഖ്യ പ്രഭാഷണം കേട്ടിട്ടാണ് ഇവിടെ കയറി നിൽക്കുന്നതുകൊണ്ട് ഈ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല എന്നൊരു ആശ്വാസത്തിലാണ് എന്നിട്ട് വന്നത്. പറയാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ഏതായാലും ഇന്ന് നമ്മുടെ മക്കളോടൊപ്പം വളരെ ഊഷ്മളമായി സന്തോഷത്തോടു കൂടി നടത്തേണ്ടിയിരുന്ന പരിപാടിയാണ് സ്വാതന്ത്ര്യദിന ആഘോഷം എന്ന് പറയുന്നത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കോവിഡ് പ്രതിസന്ധി മൂലം നമുക്ക് അതിന് കഴിയാതെ പോയി എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് വേദനിക്കുന്നവരാണ്. എങ്കിലും നിരവധി ഓൺലൈൻ പരിപാടികൾ ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിലും പ്രൈമറി തലത്തിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സമയത്ത് തന്നെ പലതും ഓൺലൈൻ പ്രോഗ്രാം പല കുട്ടികളുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലരെങ്കിലും 10 മണിക്ക് ശേഷം നടക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പല അധ്യാപകരും അതിന് നിരക്ക് നൽകിക്കൊണ്ട് അവരുടെ വീടുകളിൽ വരാൻ സൗകര്യപ്പെടാത്തവരൊക്കെ അതിനുള്ള സംവിധാനം ഒരുക്കങ്ങളുമായിട്ട് ഇരിക്കുകയാണ്. കുട്ടികൾ വഴിയായിരിക്കുക. ഏതായാലും ഈ വർഷം നമ്മുടെ രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നേരത്തെ അർഷൽ സാർ പറഞ്ഞ പോലെ 1-2 കാര്യങ്ങൾ അധ്യാപകർ എന്ന രീതിയിലും ഈ രാജ്യത്തെ പൗരന്മാരെന്ന രീതിയിലും നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ദൗത്യം, ഒരു ഉത്തരവാദിത്തമല്ല, വളരെ മഹത്തായ ഒരു ദൗത്യത്തിന്റെ അമരക്കാരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ ഈ വാക്കുകൾ പ്രസംഗിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനമെന്ന് പറയുമ്പോൾ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. 2 നൂറ്റാണ്ടോളം, ഏകദേശം 1600 മുതൽ ഇന്ത്യയിൽ ഒരു കച്ചവട കമ്പനി, അതല്ലെങ്കിൽ ചരിത്ര പുസ്തകത്തിൽ നമ്മളൊക്കെ വായിച്ച പണ്ടകശാല നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാർ, കച്ചവടത്തിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിന്റെ ഇവിടെയുള്ള സമ്പത്തും അതുപോലെ തന്നെ മറ്റു വിഭവങ്ങളും കണ്ട് അതിൽ ആകർഷകരായി തുടക്കത്തിൽ വ്യാപാരികളെ വന്നവർ കാലക്രമേണ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ചെറിയ ചെറിയ അനൈക്യങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് അവസാനം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ അധികാരം കൈയടക്കുകയായിരുന്നു. അങ്ങനെ 2 പതിറ്റാണ്ടുകളോളം ഏകദേശം നമ്മുടെ രാജ്യത്തെ ശരിക്കും പറഞ്ഞാൽ അടിമത്തത്തിൽ നിർത്തി നമ്മളെല്ലാം അടിമകളാക്കി വെച്ച പോലെ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി രാജ്യത്തെ കോളനിയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ അവരുടെ ഭരണം നടത്തിയിട്ടുണ്ടായി. തുടക്കത്തിൽ തന്നെ വളരെ വർധനങ്ങളും പ്രയാസങ്ങളും നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്കും കർഷകർക്കും ഒക്കെ വളരെ പ്രയാസമുണ്ടാക്കിക്കൊണ്ട് ഭരണം തുടങ്ങിയ ബ്രിട്ടീഷ് ഭരണകൂടം അതിന്റെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അതിന് പ്രതികരിക്കാൻ തുടങ്ങി. പല ഭാഗങ്ങളിൽ കർഷക കലാപങ്ങളായിരുന്നു, അതുപോലെ സാധാരണ ജനങ്ങളുടെ ഒക്കെ കൂട്ടായ്മകളായിരുന്നു, പ്രതിഷേധങ്ങളായിരുന്നു പല ഭാഗങ്ങളിൽ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തുടങ്ങിയ ആ ചെറിയ ചെറിയ
അസ്വസ്ഥതകളാണ് പിന്നീട് വലിയൊരു കലാപമായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമരം എന്ന തലത്തിലേക്ക് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശിപായി എന്നൊക്കെ പറഞ്ഞ ഒരു കളിയാക്കിയെങ്കിലും വാസ്തവത്തിൽ ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ കൂട്ടായ ആ പ്രതിഷേധ പ്രവർത്തനമാണ് പിൽക്കാലത്ത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിച്ചു. അതിന്റെ പിന്നിലുള്ള ആ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിന്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇന്ത്യക്കാരുടെ നമ്മുടെ ഐക്യമായിരുന്നു, ഒരുമയായിരുന്നു. ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത ദേശങ്ങളിൽ ജീവിക്കുന്ന ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കൂട്ടായ അല്ലെങ്കിൽ കൂട്ടമായിട്ട് ഒരുമിച്ച് മുന്നേറിയതിന്റെ പ്രതിഷേധത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് മഹത്തായ ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത്. അതിനുശേഷം 47 ശേഷം നമ്മുടെ ഭാരതത്തിൽ നമ്മൾ ഓരോ വർഷവും സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഓരോ സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കുമ്പോഴും നമ്മുടെ കുട്ടികൾക്കും നമ്മളും ഒക്കെ ഈ പറഞ്ഞ പൂർവന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള പൂർവ്വകഥകൾ നമ്മൾ സ്മരിച്ചു. എന്തിനാണ് ഈ സ്മരണ പുതുക്കുന്നത്? ചരിത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒന്നായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് APJ അബ്ദുൽ കലാം ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കിൽ പറയുന്നത് ചരിത്രത്തിൽ നിന്ന് നമ്മളെപ്പോഴും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്. ആ ചരിത്രത്തിലുള്ള ചരിത്ര നായകന്മാർ നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളെ നമ്മുടെ ആ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് പറയാനുള്ള കാരണം. ഗാന്ധിജിയെ പോലുള്ള, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള, സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള, ഭഗത് സിംഗിനെ പോലുള്ള ഒരുപാട് ആളുകൾ ധാരാളം ത്യാഗം സഹിച്ചുകൊണ്ട് പല ആളുകളും ജീവത്യാഗം തന്നെ നടത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നത്. ഇവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് തന്നെ എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിൽ നേരത്തെ അർച്ചമാഷ് പറഞ്ഞ പോലെ ഇത്രയും വളരെയധികം ത്യാഗം ചെയ്ത് രാജ്യത്തിന്റെ മത സൗഹാർദ്ദത്തിനും അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദത്തിന് വേണ്ടി വാദിച്ച ആ മഹത്തായ മഹാത്മാവിനെ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. രാജ്യസ്നേഹത്തെ കുറിച്ചുമൊക്കെ നല്ല ഒരു കാഴ്ചപ്പാട് നമ്മൾ കുട്ടികൾക്ക് നമുക്ക് നൽകാനായിട്ട് സാധിക്കണം. അതിനാദ്യം നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളും അതുമായിട്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല ഉയർന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തി ഉറപ്പിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളിലേക്ക് നമുക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ ആളുകളോടും കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, കൂടുതൽ സമയം എടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ അവസരത്തിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ സമയമെടുക്കുന്നില്ല. എല്ലാവർക്കും ഈ 75ാം സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ആശംസകൾ, ആർദ്രമായ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ബഹുമാനായ HM സലീം സർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മോനിറ്റിക് സർ, LP സ്കൂൾ HM നിസാർ സർ, ഹാഷർ സർ, റഷീദ് സർ, മറ്റ് സദസ്സിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, നമുക്കറിയാം നാം ഇന്ന് ഭാരതത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. 2018 മുതൽ നമ്മൾക്ക് ഈ ഒരു ആഘോഷങ്ങളൊന്നും തന്നെ പൂർണ്ണതയിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം പ്രളയം, അതേപോലെ കൊറോണ, ഇങ്ങനെയുള്ള പ്രതികൂല
വിദ്യാർത്ഥികളില്ലാത്തൊരു ആഘോഷം ഒരിക്കലും പൂർണ്ണമാവില്ല. എന്തായാലും നമുക്ക് ഉടനെ തന്നെ നമ്മളുടെ ഈ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് നമുക്ക് നല്ലൊരു സാഹചര്യം, അനുകൂലമായ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യ ദിനം സത്യത്തിൽ ഒരുപാട് ധീര നേതാക്കളുടെ, അതായത് മഹാത്മാഗാന്ധി, നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചു, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അതേപോലെയുള്ള ഒരുപാട് ധീര നേതാക്കളുടെ അഹോരാത്രവും അതേപോലെ തന്നെ അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അഹിംസയെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അഹിംസ മുഖമുദ്രയാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അവർ സമരം ചെയ്ത് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിന്നും നമ്മുടെ ഭാരതത്തെ സ്വതന്ത്രമാക്കിയെടുത്തത്. ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാ ധീര നേതാക്കളെയും നമുക്ക്, അല്ലെങ്കിൽ അവർ മൺമറഞ്ഞു പോയ ധീര നേതാക്കൾക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അതുപോലെ തന്നെ ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത്. മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ഈ ഭാരതത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ജവാന്മാരുണ്ട്. ഈ ജവാന്മാർ വീരമൃത്യു വരിച്ച ഒരുപാട് ജവാന്മാരുണ്ട്. നമ്മുടെ ഭാരതത്തെ കാത്തു സൂക്ഷിച്ചത്, അതായത് അവരുടെ ജോലിക്കിടയിൽ വീരമൃത്യു വരിച്ചു പോയത്. അവർക്കും നാം ഈ ഒരു അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതേപോലെ ഇന്നും നമ്മുടെ ഈ ഭാരതം കാത്തു സൂക്ഷിക്കുന്ന ജവാന്മാരുണ്ട്. അവർക്ക് ഒരുപാട് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സുദിനത്തിൽ ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സന്നിധാനിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ സഹപ്രവർത്തകർ, ഇന്ന് വളരെ വിപുലമായി ആഘോഷിക്കേണ്ട 75ാം സ്വാതന്ത്ര്യ ദിനം കേവലം അധ്യാപകർ മാത്രം ആഘോഷിക്കുന്ന ഒരു ചടങ്ങായി മാറിയത് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇതേ രൂപത്തിലായിരിക്കും ഇന്ന് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു, ഈ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ മഹാരാജ്യം നാനാത്വത്തിൽ ഏകത്വം, വിവിധ ജാതി മത വിഭാഗങ്ങൾ ഒരു റോസാപ്പൂവിലെ ദളങ്ങളെപ്പോലെ ഒത്തൊരുമിച്ച് അതിൻ്റെ മനോഹരത വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞുപോരുന്ന ഒരു മഹത്തായ രാജ്യമാണ് ഭാരതം. ലോകത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു രാജ്യം ഇല്ല എന്ന് തന്നെ പറയാം. 136 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യം ലോകത്തിലെ തന്നെ 2ാമത്തെ ജനസംഖ്യയിലുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വിവിധ രാജ്യങ്ങൾ പലതരത്തിലുള്ള ഭരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഈ രൂപത്തിൽ സമത്വത്തോടു കൂടി പോകുവാൻ കാരണം അതിൻ്റെ ഭരണഘടന തന്നെയാണ്. ലോകത്തിന് അഭിമാനിക്കാവുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് ഭാരതത്തിൻ്റെ ഭരണഘടന. നമുക്ക് ഈ ഭരണഘടനയെ നിലനിർത്തി പോകേണ്ടത് അത്യാവശ്യമാണ്. ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും പല കോണുകളിൽ നിന്നും വരുമ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി അധ്യാപകരെ നമുക്കാണ് കഴിയുക. അതിൻ്റെ ചരിത്രം കൃത്യമായി ബോധ്യമുള്ള അധ്യാപകർ കുട്ടികളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച എല്ലാ ജാതി മതഭേദ മന്യുള്ള സ്വന്തം സേനാനികളെക്കുറിച്ച് വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചരിത്രത്തെ വളച്ചൊടിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ എത്തിക്കുകയും ചെയ്തത് അധ്യാപകരുടെ കടമയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നമുക്കറിയാം, ഈ രാജ്യത്തെ ഇതേ രൂപത്തിൽ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
ഇന്ന് നേരിടുന്ന കൊറോണ ഭീതി ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ രാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ കേസുകളുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് കിട്ടുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രയാസകരമായിട്ടാണ് അധ്യയനം നടന്നു പോകുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കുട്ടികൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതുമൂലം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഓൺലൈൻ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടെത്തി കുട്ടികളെ ഉത്തമ പൗരന്മാരായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഓരോ അധ്യാപകരുടെ അടുത്ത് ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഭാരതത്തിൻ്റെ മഹാത്മ്യത്തെ കുറിച്ച് ഒരുപാട് കവികൾ ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്. എല്ലാവരും സ്വാതന്ത്ര്യത്തിന് ആശംസിക്കുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ വികസനത്തിൽ ഇന്ത്യയുടെ സമൃദ്ധിയിൽ നമ്മളെല്ലാവരും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഈ പങ്കാളിത്തം മുന്നോട്ടും ഉണ്ടായിട്ടേ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യപ്രഭാഷണം വഹിച്ച ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മോഹൻകുമാർ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ദിനു ടീച്ചർ, എഡ്വിസ് കൊച്ചൻ, വിശാലൻ മാസ്റ്റർ, വെങ്കനായ നമ്മുടെ ശാസ്ത്രത്തെ അർച്ചൻ മാസ്റ്റർ, കൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ സ്നേഹം നിറഞ്ഞ പ്രവർത്തകർ, ഓരോ ആളുകളെയും പേരൊക്കെ പറഞ്ഞിട്ട് വിശദമായി സംസാരിക്കാൻ പറ്റുന്ന ദിവസമാണ് ഇന്ന്. നമ്മൾക്ക് കാത്തിരിക്കുന്ന നിലവാരത്തിന് സദ്യ ഒരു മണി കഴിഞ്ഞേ ഉണ്ടാവും. ഇപ്പം ഇപ്പോൾ മക്കളുടെ മുഴുവനാണ് കോഴിക്കോട് പോയാലും നമുക്ക് സമയമില്ല. പിന്നെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസാണ്, അത് നിശ്ചയിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ഒരുപാട് ടൈമൊന്നും വേണ്ട. പിന്നെ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച് ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു സദസ്സല്ല എൻ്റെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യം എന്നത് പുതിയ തലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അധ്യാപക സമൂഹമാണ് നമ്മളൊക്കെ. എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് കൂട്ടിൽ അടക്കപ്പെട്ട ഇളിയുടെ മാനസികാവസ്ഥ എന്ന് പുതിയ തലമുറക്ക് ബോധ്യപ്പെടുത്തി നമ്മൾ നേടിയെടുത്ത 75 ആണ്ട് പിന്നെടുത്ത ഈ അതിമനോഹരമായ ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം എത്രമാത്രമാണ് എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ നമ്മൾ കൂടുതൽ ഊർജം ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. വളരെ എളുപ്പമുള്ള സമയത്താണ് ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ചാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത, ഇഷ്ടഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത, തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിയിൽ അങ്ങാടിയിലോ മറ്റോ പോകാൻ പറ്റാത്ത, എന്തിനെ ഒന്ന് കളിക്കാൻ പോലും പറ്റാത്തത്ര
അകത്തളങ്ങളിലേക്ക് അകപ്പെട്ടു പോയ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് നമ്മുടെ എല്ലാ പറക്കാനുള്ള ചിറകുകളും നഷ്ടപ്പെടുത്തി ഒരു കൃത്യമായ സമയക്രമത്തിൽ മാത്രമേ പുറത്തിറങ്ങാനും അങ്ങാടിയിൽ പോകാനും കടയിൽ പോകാനും ഒക്കെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ 1.5 വർഷം കടന്നുപോയ ഒരു സമയത്താണ് നമ്മൾ രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമുക്ക് എളുപ്പമാണ് അടുത്ത ഒരു സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ എന്താണ് നമുക്ക് അവരുടെ ചരിത്രങ്ങൾ പഠിച്ച് രാജ്യത്തിനു വേണ്ടി പുതിയ നന്മകളുടെ വഴികൾ വെട്ടിത്തുറക്കാൻ നമ്മൾ അഭിമുഖീകരിക്കുന്ന പുതിയ പ്രയാസങ്ങളെ അതിജയിക്കാൻ ഭീകരതയിൽ നിന്നും മത തീവ്രവാദത്തിൽ നിന്നും ഒക്കെയും മോചനം നേടി ഏറ്റവും മഹത്തായ ഈ രാജ്യം എങ്ങനെയാണോ ഈ രാജ്യം സ്വതന്ത്രമാക്കി തന്ന മഹാന്മാരായ ഗാന്ധിജി ഉൾപ്പെടുന്ന നേതാക്കന്മാർ സ്വപ്നം കണ്ടിരുന്നത്, ആ സ്വപ്നത്തിലേക്ക് വഴി നടത്താൻ പുതിയ തലമുറയെ അതിലേക്ക് എത്തിക്കാൻ നമുക്കൊക്കെ ഈ നമ്മുടെ ഈ കടമയുടെ കൂടെ നമ്മൾ എടുത്ത ഈ സേവന മേഖലയുടെ കൂടെ നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്ന 30-40 വരുന്ന കുട്ടികളെ, ഓരോ ക്ലാസ്സിലും വരുന്ന അല്ലെങ്കിൽ 1000 കുട്ടികളെ, നമ്മുടെ സ്കൂളിലെ വിദ്യാലയത്തിലെ മൊത്തം കുട്ടികളെ, നമ്മളെ ക്യാമ്പസിലെ ആയിരക്കണക്കിന് കുട്ടികളെ ബോധ്യപ്പെടുത്തി പുതിയ ഒരു തലമുറയെ കെട്ടിപ്പടുക്കാൻ, പുതിയ രാജ്യത്തിൻ്റെ പുതിയ നന്മകളെ, പുതിയ സാധ്യതകളെ ബോധ്യപ്പെടുത്താനൊക്കെ പറ്റുന്ന വിധത്തിൽ നമ്മുടെ കർമ്മപരിപാടികളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങളും ഒക്കെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കൂടി ഈ 75ാം സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ഈ ആഘോഷ നിമിഷങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ അർപ്പിക്കുന്നു. നന്ദി. അതുപോലെ ഈ ചടങ്ങിൽ സ്വാഗതമേകിയ ഹർഷൻ സാർ, മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിൻസിപ്പൽ മൊയ്നുദ്ദീൻ സാർ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച VSSC പ്രിൻസിപ്പൽ വിനൂസ് മാഡം, അതുപോലെ തന്നെ ചടങ്ങിൽ സംസാരിച്ച LP സ്കൂൾ ഹെഡ്മാസ്റ്റർ നിസാർ ഹസൻ സാർ, റിയാസ് മാഷ്, അതുപോലെ തന്നെ സോണിയ ടീച്ചർ, മറ്റ് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതി Experience for all of us. We all have to join together mutually for the celebration. So now we will have different program of our students in an online platform. നമസ്കാരം. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം. ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവെക്കുന്നത് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രീയ പിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. 1947 നിന്നും 2021 ഇന്ത്യ ഏറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനും മംഗൾയാനുമെല്ലാം അവയുടെ നേർക്കാഴ്ചകളാണ്. അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നയിക്കപ്പെടുന്ന ഭരണം എന്ന ജനാധിപത്യ വ്യവസ്ഥയെയാണ് അടിസ്ഥാനമാക്കിയത്.
അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് 1000 വട്ടം പ്രതിജ്ഞ ചെയ്താലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല. ദേശീയ ഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി. നമസ്തേ. സാരേ ജഹാൻ സേ അച്ഛാ हिंदुस्तान हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा. हम बुलबुले हैं इसकी, ये गुलसिता हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा. पर्वत वो सबसे ऊंचा, हमसाया आसमां का, पर्वत वो सबसे ऊंचा, हमसाया आसमां का. वो सम तेरी हमारा, वो पास बन हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा. गोदी में गेलती है जिसकी हजारों नदियाँ, गोदी में गेलती है जिसकी हजारों नदियाँ. गुलशन है जिनके दम से रश के जीना हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा. हम बुलबुले हैं इसकी, ये गुलसिता हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा. धन्यवाद. Good morning, respected teachers and all my dear friends. First of all, I wish a very happy Independence Day to all. It is the most important day for all the citizens in India. India is celebrating 75th Independence Day today. Every year we celebrate Independence Day on 15th August. We celebrate this day with great spirit of patriotism. On this day, 15th August 1947, in India became independent from British rule. Thousands of brave hearts sacrificed their lives for the freedom of India. We must remember our brave freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Bhagat Singh and others on this day. Due to the sacrifice of these heroes, we are living happily in today's society. We are fortunate that we are born in an independent country. Independence Day is a national festival and is also a public holiday. On this day, the Prime Minister of India hoists the national flag at Red Fort, Delhi and addresses the nation. The Indian Armed Forces conducts parades on this day. Schools and colleges also conduct flag hosting ceremonies and cultural programs on this day. We salute the Indian flag and national anthem sang as a part of it. As a citizen of India, we should respect our nation and sincerely perform our duties to make our country beautiful. After independence, we got our fundamental rights. Today we have right to choose our government. We all are fortunate that we took birth in an independent India. But we cannot take this independence for granted. We all must contribute for the development of our country so that no country can imagine to rule on us again. Our freedom is priceless and our brave soldiers fight continuously on borders to protect our country. I would like to say that we must be proud to be an Indian. So let's celebrate today with great joy. Dear friends, let us work together to make our country the best country in the world. Thank you. Jai Hind, Jai Bharat. मैं जहाँ रहूँ
afternoon, everyone, respected HM, teachers, and all my dear friends. First of all, I wish you a very happy Independence Day. Today is the most important day for all the citizens of India. India is celebrating its 75th Independence Day. Every year, we celebrate Independence Day on 15th August. We celebrate this day with great spirit of patriotism. On this day, 15th August 1947, India became independent from British rule. Thousands of brave hearts sacrificed their lives for the freedom of India. We must remember our brave freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Bhagat Singh, and others on this day. Due to the sacrifices of these heroes, we are living happily in today's society. We are fortunate that we are born in an independent country. Independence Day is a national festival and it is also a public holiday. As a citizen of India, we should respect our nation and sincerely perform our duties to make our country beautiful. Thank you. Jai Hind. നമസ്കാരം, എൻ്റെ പേര് റിൻഷിത പി കെ. MKHMMO VHS for ഗേൾസ് മുക്കം സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ഓരോ ഭാരതീയനും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്ന ദിനം. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്.
ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ഗോപാലകൃഷ്ണ ഗോഖലെ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ എത്രയെത്ര നേതാക്കൾ. അവരൊക്കെ സഹിച്ച ത്യാഗങ്ങളും പീഡനങ്ങളും ഇന്ന് നമുക്ക് വേണ്ടിയായിരുന്നു. നാം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എത്രയോ രക്തസാക്ഷികളുടെ രക്തത്തിൻ്റെ മണം പുരണ്ടതാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ധീരദേശാഭിമാനികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ഓരോ സ്വാതന്ത്ര്യവും ആഘോഷിക്കുന്നത്. ഈ മഹത്തായ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യുന്നു. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും മികച്ച രാജ്യമാക്കി മാറ്റാനും നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. रघुपति राघव राजा राम, पतित पावन सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. सीताराम सीताराम, बज प्यारे तो सीताराम. सीताराम सीताराम, बज प्यारे तो सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. सुंदर विग्रह मेघा श्याम, गंगा तुलसी शालिग्राम. सुंदर विग्रह मेघा श्याम, गंगा तुलसी शालिग्राम. भद्रगिरीश्वर सीताराम, भक्त जन प्रिय सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. जानकी रमण सीताराम, जय जय राघव सीताराम. जानकी रमण सीताराम, जय जय राघव सीताराम. जय रघुनंदन जय सिया राम, जानकी वल्लभ सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. सुंदर विग्रह मेघा श्याम, गंगा तुलसी शालिग्राम. सुंदर विग्रह मेघा श्याम, गंगा तुलसी शालिग्राम. भद्रगिरीश्वर सीताराम, भक्त जन प्रिय सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. रघुपति राघव Thank you.
respected principal, chief guest, teachers, parents, and my dear friends. First of all, I would like to wish you a very happy Independence Day. Today I am here to deliver a few words about Independence Day. We are celebrating it every year on 15th August. On this day, we should remember our great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Bhagat Singh, Subhash Chandra Bose, and many others. We got Independence Day on 15th August 1947 from British who ruled our country around 200 years. We should celebrate this day with great spirit. On this great occasion, we host our national flag with the national anthem. We almost contribute for the development of the country. So, let's work hard for the country to make the best. I am concluding my words. Thank you. Jai Hind, Jai Bharat. നമ്മുടെ ഭാരതനാട് എത്ര മനോഹര നാട്. ഗംഗാ യമുന ഗോദാവരികൾ ഗാനമുദിക്കും നാട്. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്. പല ഭാഷക്കാർ പല വേഷക്കാർ ഒത്തൊരുമിക്കും നാട്. ഗാന്ധി പിറന്നൊരു നാട്, ശാന്തി എഴുന്നൊരു നാട്. മൂവർണ്ണക്കൊടി പാറി നടക്കും സമത്വ സുന്ദര നാട്. അഭിമാനികളുടെ നാട്, സ്വതന്ത്ര ഭാരത നാട്. കൊള്ളക്കാരാം വെള്ളക്കാരെ തുരത്തി വിട്ടൊരു നാട്. നമ്മുടെ ഭാരതനാട് എത്ര മനോഹര നാട്. ഇതിഹാസങ്ങൾ പിറന്നു വീണൊരു പുണ്യം വഴിയും നാട്. നമ്മുടെ ഭാരതനാട് എത്ര മനോഹര നാട്. ഗംഗാ യമുന ഗോദാവരികൾ ഗാനമുതിർക്കും നാട്. താങ്ക് യു.
one and all. Respected teachers and my dear friends, I am Nijia Batul from 6th A. As you all know that today is Independence Day. Let's know about Independence Day. In 1498, Vasco da Gama landed in India from an European country, Portugal. Then started the invasion of foreigners in India. Later, in 16,000, English East Indian Company entered in India and started capturing Indian cities and villages. After the first independence war in 1857, the British royal family took the charge of India and made India a British colony. It continued till 1947, August 15, midnight. Now we must remember the courageous martyrs and freedom fighters. In 3.5 centuries of British rules, many lakhs of Indians were killed, especially in Kerala. Thousands of Malabar Mappilas were martyred. So we must understand the value of freedom and act for the protection of Indian sovereignty. Freedom in the mind, faith in our words, pride in our souls. Let's salute the nation on this special day. Happy Independence Day. I am concluding my words. Thank you. Have a nice day. हिंदुस्तान ए हमारा वतन सबसे प्यारा वतन मुहब्बत अपने वतन से हमें मुहब्बत अपने अच्छा मन से हमें या चांदनी में चमकता है ताज ज़माने की दिल पर जो करता है राज हमें प्यार अपने अलोरा सहे हमें प्यार अपने अजंता सहे ए दुनिया की आंगन का तारा वतन ए हिंदुस्तान है हमारा वतन ए हिंदुस्तान है हमारा वतन। जीवन
സദസ്സിന് വന്ദനം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ അധികാര മേൽക്കോയ്മയിൽ നിന്നും മോചിതമായതിൻ്റെ ആഘോഷവേളയിലാണല്ലോ നാം നിലകൊള്ളുന്നത്. 1947 ഇതുപോലെ ഒരു ഓഗസ്റ്റ് 15 വെള്ളക്കാരൻ്റെ പട്ടാളം നമ്മുടെ നാട്ടിൽ നിന്നും പിൻവാങ്ങിയത്. സ്വാതന്ത്ര്യ ലബ്ധക്കായി സ്വാതന്ത്ര്യ സമര സേനാനികൾ സഹിച്ച ത്യാഗങ്ങൾക്ക് കണക്കില്ല. ആയിരക്കണക്കിന് ധീരയോദ്ധാക്കൾ ജീവനും രക്തവും നൽകി നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്. മഹാത്മാജിയും സർദാർ ഭഗത് സിംഗും പോലുള്ളവർ അവരിൽ ചിലരാണ്. ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും മലബാർ കലാപവും പോലുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ നാട് ഉയർത്തിപ്പിടിക്കുന്ന സമത്വവും സാഹോദര്യവും മതേതരത്വവും പോലുള്ള മൂല്യങ്ങൾ നാം നഷ്ടപ്പെടുത്തരുത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. Respected teachers and all my dear friends, first of all, I wish you a very happy Independence Day. I am here to present a welcome speech for Independence Day. Today it's our 75th Independence Day and we should feel proud to be a part of an independent nation that has freedom of speech. Freedom to live life in our own way. We do not have to follow anybody's slavery. But this was not the case of 75 years ago when we are a slave to the British government. India has been ruled by Britishers for almost 200 years, and after a continuous struggle by our freedom fighters, we achieved independence on 15th August 1947. On this day, the national flag was hoisted on Red Fort, Delhi by Prime Minister Shri Jawaharlal Nehru. Since then, we are celebrating Independence Day in every government department, school and college. This is a day of pride and joy for every citizen in our country. Today, we are fortunate that we are born in an independent country. Our freedom is priceless and our brave soldiers fight continuously on borders to protect our country. Friends, we all know that no nation is perfect. It needs to be made perfect. So it is our responsibility to sincerely perform our duty and progress together for the growth and development for our country. Surely the day is not far when our country will be strong and powerful in every field. Thank you. Jai Hind, Jai Bharat. സ്വാതന്ത്ര്യമെന്നൊരു നാമം ചൊരിയുമ്പോൾ ഗാന്ധിയെ എന്നെന്നും ഓർത്തിടേണം. സ്വാതന്ത്ര്യമെന്നൊരു നാമം ചൊരിയുമ്പോൾ ഗാന്ധിയെ എന്നെന്നും ഓർത്തിടേണം. ഭവനത്തിലെന്നും ജ്വലിക്കുന്ന ദീപമായി നോട്ടുകളിലായി എത്തിടുന്നു. ഭവനത്തിലെന്നും ജ്വലിക്കുന്ന ദീപമായി നോട്ടുകളിലായി എത്തിടുന്നു. സത്യാഗ്രഹമെന്ന സമരമുറയാണ് ഗാന്ധിജി എന്നെന്നും സ്വീകരിച്ചു. സത്യാഗ്രഹമെന്ന സമരമുറയാണ് ഗാന്ധിജി എന്നെന്നും സ്വീകരിച്ചു. മോനിയ എന്നുള്ള ഓമനപ്പേരും ഗാന്ധിജിക്കെന്നെന്നും കൂടെയുണ്ട്. മോനിയ എന്നുള്ള ഓമനപ്പേരും ഗാന്ധിജിക്കെന്നെന്നും കൂടെയുണ്ട്. അഹിംസയും സത്യവും നമ്മെ പഠിപ്പിച്ച ഗാന്ധിയെ എന്നെന്നും ഓർത്തിടേണം. അഹിംസയും സത്യവും നമ്മെ പഠിപ്പിച്ച ഗാന്ധിയെ എന്നെന്നും ഓർത്തിടേണം. ഗാന്ധിയെ എന്നെന്നും ഓർത്തിടേണം. ഗാന്ധിയെ എന്നെന്നും ഓർത്തിടേണം. എൻ്റെ പേര് ശ്രീവിദ്യ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ
സ്വാതന്ത്ര്യ ദിനാശംസകൾ.